നോക്കണം പണിയുണ്ടല്ലേ രണ്ട് പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് പറ്റിയല്ലേ? മറ്റേ വെള്ളത്തിൽ വീണ അനന്ത് വെള്ളത്തിൽ വീണ കമ്പി കുടുങ്ങിയിട്ട് ഇത് കമ്പി തട്ടി വീണാണ്. അത് അവനാദ്യം ചെന്നിട്ട് കമ്പിയിൽ തട്ടണത്, സമയം എത് കയറി പിടിച്ചിട്ട് അവന് വീണു. തട്ടിയപ്പോ തെറിച്ചു പോയാലേ വീണതാണ്. തട്ടിയപ്പോ തന്നെ വീണു. ആളെ കയറി പിടിച്ചപ്പോ മറ്റേ ആളല്ലേ? ആ ടൈമിൽ പിന്നെ പെട്ടെന്ന് എന്താ ചെയ്യാറില്ലല്ലോ. അവൻ നേരെ ചെന്ന് അവനും തൊട്ട് അവൻ ഇങ്ങോട്ട് വീണു. അവൻ നേരെ അനന്തു നേരെ കമ്പീൻ്റെ മേലെ കൂടി. അവർ വീണപ്പോൾ തന്നെ നമ്മൾ തോട്ടിൽ നിന്ന് കയറി. ഞങ്ങൾ 3 പേര് തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ തുണി വെച്ചിട്ട് യദുവിനെ ഇങ്ങോട്ട് കയറ്റിക്കാരൊക്കെ കയറ്റി. ആ സമയം ഷാനും അപ്പുറത്തേക്ക് ചാടിയപ്പോൾ കമ്പിയില കൊളുത്തി, വീണ്ടും കൊളുത്തി അല്ലേ? ഷാനും വീണു. ഷാനും യദുവാണ് പരിക്ക് പറ്റി. എങ്ങനെയുണ്ട് അവർ രണ്ടുപേരും സ്ഥിതി? തിരിച്ചു കൊണ്ടുപോയാണ്. ഇല്ലില്ലേ, യദു ഇവിടെ ഉണ്ട്. ഷാനു ഹോസ്പിറ്റലിൽ കുഴപ്പമില്ലല്ലോ. മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? സാധാരണ ഇങ്ങനെ കമ്പിയിടാറുണ്ടാവില്ല ഈ ഭാഗത്ത്. സാധാരണ അവിടെ തോട്ടിലെങ്ങനെ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഒരു സ്ഥിരം പോകണമെന്ന് ഇതിങ്ങനെ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ബന്ധുവാ ശരിക്കും 3-5 പോകേണ്ടതാണ്. ശരിക്കും. കാരണം ഇവരവിടെ പുറത്ത് 2 തട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാൻ പറ്റിയത്. 5 തട്ടാണെങ്കിൽ ആരും അറിയില്ല. പിന്നെ അവിടെ മൂന്ന് മക്കളല്ലേ? 2 പെൺകുട്ടികൾ. അവിടെ ആളാണ് മൂത്തത്. എന്തുവാണ് മൂത്തത്? എന്ത് ചെറുതാണ്? മറ്റേ ചേച്ചിമാരാണ്. പറഞ്ഞപ്പോ 10 ആയല്ലോ. ഷാനുവിന്റെ അമ്മ തന്നെ പറഞ്ഞു ഇങ്ങനെ സിറ്റി ബോർഡിൽ പരാതി കൊടുത്താണ്. ഇവിടുത്തെ ലൈൻ തന്നെ വീണ് കിടക്കുമായിരുന്നു അല്ലേ? സർവീസ് ലൈൻ തന്നെ ഇന്നലെയൊക്കെ വീണ് കിടക്കുമായിരുന്നു. രാത്രി വന്നാൽ നന്നാക്കിയെന്ന് പറഞ്ഞു. മഞ്ചേരി താമസിക്കുന്നല്ലേ? ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മഴക്കാലം ഇതൊന്നും അല്ല. ഗുരുതരമായ അനാസ്ഥയാണ്. കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ, അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണി വെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലെ ഇവിടെ സിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? പഞ്ചായത്ത് ഇത് പിടിക്കാൻ പറ്റുമോ? അനധികൃതമായി ചെയ്യുന്നതിന് പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല. ചെയ്യേണ്ടത് ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ്, അല്ലെങ്കിൽ എലക്ട്രിസിറ്റി ബോർഡ്. ഈ 3 ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ. ഈ 3 ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനാസ്ഥയാണ്. എലക്ട്രിസിറ്റി ബോർഡിന് പരാതി കൂടി കൊടുത്താണ്. എന്നിട്ട് എലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ച് പോലും വന്നിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ 5 പേര് പോയേനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത്. രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് 2 പേര് ഓടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത്. മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ 5 പേരും അവിടെ വീണ് പോയേനെ. 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ. 5 പേരുടെ ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി.
അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം. മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ്. ഈ 5 കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം. ഈ കുടുംബത്തിനും പരിക്കുപറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം, അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം പറച്ചിലും നിർത്തണം. ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? മന്ത്രി ORKയോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ്, അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് UDF സ്വീകരിക്കുന്നത്, കോൺഗ്രസ് സ്വീകരിക്കുന്നെങ്കിൽ രാഷ്ട്രീയമായി തന്നെ CPM മറുപടി പറയും, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവില്ലേ? ഞാൻ പോവും, ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും, ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്? ഇന്നിപ്പോൾ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി, അത്രേ കൊള്ളാം.